പിള്ളേരെ ടി വി ഓഫ് ചെയ്ത് നല്ല മഴ പെയ്യുന്ന കേട്ടോ. എപ്പോഴും ഇടി വെട്ടുന്ന അറിയത്തില്ല. ടി വി നശിപ്പിക്കാനുള്ള പരിപാടിയാ നിങ്ങള്. അയ്യോ മോളെ, ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇവരിരുന്ന് കാണുന്നുണ്ടപ്പോ ഞാനും കൂടി ഇരുന്ന് കണ്ടെന്നേ ഉള്ളു. ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക കിങ്ങിണി മോളെ. കണ്ടോ ഇടി വെട്ടി കണ്ടോ? പിള്ളേരുടെ ഓഫ് ചെയ്യാൻ പറഞ്ഞു ഓഫ് ചെയ്തില്ല. യോ വാ നമുക്ക് അപ്പുറത്ത് മോനെ പോകാൻ പിള്ളേരെ. അല്ല നിങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ. വീണ്ടും വേണമെങ്കിൽ പോയി ടി വി വെക്കുന്ന സൈസുകളാ. അതാണ് ഈ മഴ സമയത്ത്. ഞാൻ പോയി കഥ തുറക്കട്ടെന്ന്. ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഈ മഴ സമയത്ത് ഇങ്ങോട്ട് കയറുവാ പെട്ടെന്ന്? മാളൂട്ടിയുടെ അച്ഛനാണെങ്കിൽ ഡൽഹിയിലല്ലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അന്നെങ്കിൽ ലീവിനാണെങ്കിൽ ഇപ്പൊ ഇവരെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ് അതിനാണെങ്കിൽ വിളിക്കാൻ പോയതാ ഇവരുടെ അമ്മ. ഇവരുടെ അമ്മ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. എന്റെ അച്ഛൻ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ വരും. അന്നേരം എന്റെ അമ്മയും ഈ ചേച്ചിയുടെ അമ്മയും കൂടെ വിളിക്കാൻ പോയേക്കുവാ. ആ നിങ്ങൾ പറഞ്ഞിപ്പോ പുതിയ വീട് വാടക എടുത്തേക്കല്ലേ ഇവിടെ. അപ്പൊ നിങ്ങൾ അച്ഛൻ അറിയത്തില്ലല്ലോ എവിടാ വീടെന്നുള്ളത്. അതുകൊണ്ടാ വിളിക്കാൻ പോയതല്ലേ മോളെ? അച്ഛന്റെ വഴി അറിയത്തില്ല. അവൻ അച്ഛനാണെങ്കിൽ ലേറ്റാകുമെന്നാ പറഞ്ഞത്. വരാൻ രാത്രി എത്ര 3 മണി ഇങ്ങോട്ടാവുമെന്നാ പറഞ്ഞത്. അതുവരെ അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ്. ഞങ്ങളോട് പറഞ്ഞു ഇവിടെ കിടന്നോളാന്. ആ അതിരിക്കട്ടെ, അമ്മയുടെ അച്ഛൻ അവിടെ പോയി. അതല്ലേ കഥ. എന്റെ അച്ഛനാണെങ്കിൽ ടൂർ പോയപ്പോ 2-3 ഫ്രണ്ട്സിന്റെ കൂടെ. അതൊക്കെ അച്ഛനില്ലല്ലോ വീട്ടില്. അതുകൊണ്ട് ഞാനിങ്ങി വന്നു. അല്ലെങ്കിൽ അച്ഛനുണ്ടാണ് ഞാൻ അവിടെ കിടന്നേനെ. ആ എന്നാ മക്കളെ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ എല്ലാരും കഴിച്ചില്ലെങ്കിൽ വന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് കേട്ടോ. ആ പിള്ളേരും കൂടെ വന്നോണ്ട് കുട്ടുമോനും കിങ്ങിണിക്ക് മഴ എത്ര കൂട്ടായല്ലോടി. ആ ശരി അമ്മേ. ആ അമ്മ അമ്മയ്ക്ക് ആണെന്നില്ലേ കുടിക്കാൻ കഞ്ഞി എടുക്കട്ടെ? ആ കഞ്ഞി എടുക്ക. ഇത് ചേച്ചിയുടെ മാത്രം റൂമല്ലേ മാളൂട്ടി? കുട്ടുമോന്റെ കൂടെ റൂമാ. മഴയുണ്ട്, നല്ല തണുപ്പാണല്ലോ. മഴ കുറഞ്ഞോ നോക്കട്ടെ. മഴ ചെറുതായിട്ട് കുറയും പിന്നെ കൂടും കുറയും. ഏകദേശം മഴക്കാലം ആറായില്ല. അതുകൊണ്ടാണ് അങ്ങനെ കൂടി കുറഞ്ഞൊക്കെ നിൽക്കുന്നത്. എടി അമ്മേ നിങ്ങൾ രണ്ടുപേരും എവിടെ കിടക്കുന്നത്? കട്ടിലിൽ കിടന്നു. ഞാനും കുട്ടും കൂടെ താഴെ കിടന്നോളാം. അയ്യോ അത് വേണ്ടടി. നിങ്ങൾ രണ്ടുപേരും കട്ടിലിൽ കിടന്നു. ഞങ്ങൾ രണ്ടും താഴെ കിടന്നോളാം. എനിക്ക് കട്ടിലേ കിടക്കണം. ഞാൻ താഴെ കിടന്നോളാം. എനിക്ക് താഴെ കിടക്കാൻ വലിയ ഇഷ്ടാ. ഓഹോ ഒന്ന് നടു ചേർക്കട്ടെ. ചേച്ചി ഞാനിവിടെ. ഇതെന്ത് രണ്ടുപേരും നേരത്തെ കിടന്ന് ഉറങ്ങുന്ന വന്നിട്ട്? നമുക്ക് കളിക്കണ്ടേ? പിന്നെ പോടാ കുട്ടുമോനെ കളിച്ച്. ഇപ്പൊ സമയം എത്രയെന്ന് പറഞ്ഞാ 11 മണിയായി രാത്രി. എനിക്ക് ഉറക്കം വരുന്നു. രാത്രി 11 മണിയായില്ലേ? നമ്മളത് പകലൊക്കെ എന്തുമാത്രം കളിച്ച്. ഇങ്ങനെ എത്ര കളിച്ചാലും മതിയാവത്തില്ല. കുട്ടുമോനെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങടാ. ഇപ്പൊ ഞാനിതാണ് കിടക്കാൻ. രാവിലെ എഴുന്നേറ്റ് കളിച്ചോണം എല്ലാരും. ഞങ്ങൾ രാവിലെ കളിച്ചിട്ടേ പോകുന്നുണ്ട് കുട്ടുമോനെ. അയ്യോ ചേച്ചി എനിക്ക് തല വേദനിക്കുന്നു. ഓ അത് ഈ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ്. അന്ന് എനിക്ക് തറയിൽ ഇങ്ങനെ തല വെച്ചിട്ട് തലവേദന എടുക്കുന്നു. തലയൊക്കെ എനിക്ക്. അയ്യോ കുട്ടുമോനെ ഈ തലവേദന എടുത്തതാ. അല്ല അത് നിങ്ങൾ തന്നെ എടുത്തോ. വേറെ തലവേദനയുണ്ട് ഇവിടെ. മറ്റേ ഞങ്ങളുടെ ആ സ്റ്റോറേജ് റൂം ഉണ്ട്. അവിടെ ആണെങ്കിൽ കുറെ നാളുകൾ കൊണ്ട് അവിടെ കിടക്കുന്ന തലേനെ എങ്ങോട്ട് കിടപ്പുണ്ട്. ഞാൻ നോക്കി എടുക്കട്ടെ. എന്തൊരു മഴയല്ലേ ചേച്ചി? എന്റെ അച്ഛൻ വന്നു വേണോ ഇപ്പൊ? മാളൂട്ടി നിന്റെ അച്ഛൻ ഇപ്പഴേക്കും വന്ന് കാണത്തില്ല. ഇപ്പൊ 11 മണിയില്ലായിരുന്നു. നിന്റെ അച്ഛൻ 3 മണിക്കായിട്ടല്ലേ ബസ് സ്റ്റാൻഡിലെത്തത്തുള്ളൂ. ഓ എന്തിനാ ഇരുട്ടാ? ഈ മുറി പറഞ്ഞ ലൈറ്റ് ഇല്ലല്ലോ. ഫോൺ എടുത്താണെങ്കിൽ ഇപ്പൊ ടോർച്ച് എടുത്ത് നോക്കായിരുന്നു മൊബൈലിൽ നിന്ന്. കലയുടെ ഈ ഭാഗത്ത് എവിടെയോ ആയിരുന്നു. ചേച്ചി അനങ്ങല്ലേ മിണ്ടല്ലേ? എന്തൊരു സൗണ്ട് കേട്ടത് ഇപ്പൊ? ശരിയാണ്, ആരാണ്ട് കൂർപ്പ് വലിച്ച സൗണ്ട് കേൾക്കുന്നു. അമ്മ എന്താ ഉറങ്ങി നേരത്തെ? അമ്മ ഇനി കൂർപ്പ് വലിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അമ്മ കൂർപ്പ് വലിക്കുന്ന സൗണ്ടൊക്കെ നീ മുറി കേൾക്കുന്നു. അത് താഴെയൊക്കെ അമ്മയൊക്കെ കിടക്കുന്നു പറഞ്ഞത്. കൂർപ്പ് വലിക്കുന്ന സൗണ്ട് ഇപ്പഴും കേൾക്കുന്ന സൗണ്ട്. ചേച്ചി തോട്ടെ വെച്ച് തലയാണ് നോവ് കിടക്കുന്നത്. ഇതിപ്പോ എവിടെ നിന്ന് വന്ന് വീണു? ഞാൻ കണ്ടായിരുന്നു നേരത്തെ കിടക്കുന്നത്. എന്തായാലും ഈ തലയാണ് എടുത്തിട്ട് വന്നു. നിനക്ക് സുഖമായിട്ട് കിടക്കാൻ. നിനക്ക് വലിയ തലയാണേ. ഓ പിള്ളേർക്ക് ഭയങ്കര വെയിറ്റ് ആണ്. പൊക്കാൻ വയ്യ. ചേച്ചി വാ പറ്റുന്നു. ഇതെന്താ രണ്ടാളും എഴുന്നേറ്റിരിക്കുന്നേ? ഉറങ്ങിയില്ലേ നിങ്ങള്? മഴ ഉറങ്ങില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്താ സൗണ്ടോ? കൂർക്കം വലിക്കുന്ന സൗണ്ട്. ഉറങ്ങുന്നുണ്ട് ചേച്ചി. അടി കട്ടിലുണ്ടെങ്കിൽ ആരോട് പറഞ്ഞ് ഉറങ്ങുന്നതാണ് സൗണ്ട് കേട്ടോ. ഭയങ്കര കൂർക്കം വലിയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ചാടി ചെയ്തിട്ടത്. ആ തന്നെ അവിടെ കിടക്കട്ടെ. നിങ്ങളും കേട്ടല്ലേ കൂർക്കം വലിക്കുന്ന സൗണ്ട്? അയ്യോ ഞങ്ങളും കേട്ടിട്ട് ഞങ്ങൾ പോയപ്പോഴ് ആരും എനിക്കറിയത്തില്ല. ഇത്രയും വലിയ കൂർക്കം വലിക്കുന്ന ആരാണ്? ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കൂർക്കം വലിക്കുന്ന ആരും ഇല്ലല്ലോ തന്നെ. ഞമ്മൂമ്മ കുറച്ചൊക്കെ കൂർക്കം വലിക്കുന്ന ഇത്രയും വലിയ സൗണ്ട് ഒന്നും ഇല്ല. ആ ഇപ്പൊ എന്താ സൗണ്ട് ഇല്ലല്ലോ. ഇനിയിപ്പോ കിടക്കാം. ഇനി ആ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കാതിരുന്നാൽ മതി.
മതിയായിരുന്നു. മനുഷ്യ സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ നേരം. ഉറക്കം വരുന്നേ. നല്ല സൂപ്പർ തലയണ കിട്ടി എന്തായാലും. പതു പതാ ഇരിക്കുന്നു. അയ്യോ ശരിയാ, നല്ല സൂപ്പർ തലയണ. നീ കാണാടി. പിന്നെ കൊടുക്കാനുള്ള നല്ല തലയണ എനിക്ക് ഇത്. ഓ ഞങ്ങൾക്ക് തലയണ വേണ്ടത്, നീ എടുത്തോ. എന്തൊരു കഷ്ടം ഇത്. പിന്നെ തുടങ്ങിയ കൂർക്കമതി. ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ കൂർക്കം വലിക്കുന്ന. അതേ ടേസ്റ്റ് ഇത്. എനിക്ക് ഭയങ്കര എന്തൊരു കഷ്ടം കേട്ടാ. നിങ്ങൾ നീ കൂർക്കമതി ശ്രദ്ധിക്കണ്ടേ, അല്ല കടന്ന് കുറയാൻ നോക്ക്. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനാ? എല്ലാവരും കണ്ണടച്ച് കിടക്കാം, അപ്പോഴേക്ക് തന്നെ ഉറക്കം വന്നോളൂ. ഇതൊക്കെ രണ്ടുപേരും തലയുടെ മുഖത്ത് വെച്ചിട്ട് കിടക്കുന്നേ. രണ്ടുപേർക്ക് വട്ടം തലയുടെ മുഖത്ത് വെച്ചിട്ട് മാറ്റം പറയുന്നേ. അയ്യോ അയ്യോ, ഇപ്പഴും ശ്വാസം നേരെ വീണത്. ആരും തലയുടെ മുഖത്ത് വെച്ചു? നീ എന്നടി. പിന്നെ എനിക്ക് വരാൻ പറ്റി നിങ്ങളുടെ മുഖത്ത് തലയുടെ കയറ്റി വെക്കാന്. ഞാനിപ്പോ രക്ഷിച്ചത് കുറ്റമായത്. ചേച്ചി ഞങ്ങളെ തലയുടെ കയറ്റി വെച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ മുഖത്ത് തലയുടെ വന്നത്? തലയുടെ അമർത്തി വെച്ചേക്കാർ. ഞാൻ എഴുന്നേക്കാനേ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ടൈറ്റാക്കി വെച്ചേക്കുമായിരുന്നു. നിങ്ങൾ എവിടെ കിടന്ന് തലയുടെ എടുത്തോണ്ട് വന്നത്? എടുത്ത് കളയത്. ചേച്ചി തലേന്ന് കണ്ടിട്ട് പേടിയായിരുന്നു. അതിനകത്ത് പടം കണ്ടിട്ട് പ്രേതത്തിന്റെ പടമാ. അയ്യോ ശരി, ഞാനും എപ്പോഴും ശ്രദ്ധിച്ചത് പ്രേതത്തിന്റെ പടം ഒന്നുള്ളത്. ഓ പ്രേതത്തിന്റെ പടം ഉണ്ടാകുന്നുണ്ട്. എന്തിനു വെറുതെ തലേനെ കുറ്റം പറയുന്നത്? നിങ്ങൾ അതും വെച്ച് ഇവിടെ ഉറങ്ങാൻ നോക്കും. ഇനി മുഖത്ത് കയറ്റി വെക്കായിരുന്നാ മതി. എനിക്ക് തോന്നിയ കുട്ടുമ്പോഴായിരിക്കും. ഞങ്ങൾക്ക് തലേണ ആണോന്ന് പറഞ്ഞിട്ട് ഇവൻ പേടിച്ച് ചിലപ്പോഴേ എടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് നടന്നായിരിക്കും തലേണ. ഞങ്ങൾ ഇനി കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട്. ആ അത് ശരി, അമ്മണി പറഞ്ഞു. നിങ്ങൾക്ക് തലേണ ആരാ പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടുപോലെ തരാൻ ഭയങ്കര മടിയല്ലായിരുന്നു. അവനതായിരിക്കും മുറുകെ പിടിച്ചിരുന്നു തലേണക്കകത്ത്. അങ്ങനെ മുഖത്താണ് കയറ്റി വെച്ചതായിരിക്കും. എന്തായാലും ഞാൻ എന്നെ വെച്ചത് എനിക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഇനി എന്ത് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ആ പേടി വിട്ട് മാറിയില്ല. മൂത്ത തലേണ ഇരുന്നത് ഓർത്തിട്ട്. അയ്യോ ഈ തലേണ വേണ്ട, ഒന്നും വേണ്ടേ. അല്ല തല തന്നെ അവിടെ ഉറങ്ങാം. എങ്ങനെ ഇരിക്കുന്നു കുട്ടുപനെ? ഞങ്ങൾ തലേണ വരത്തില്ലാത്തോണ്ട് ഭയങ്കര മിടുക്കല്ലായിരുന്നു. എടി അമ്മണി, നീ അവനെ കളിയാക്കി ഞാൻ അവനെ കുത്തി കിടക്കണ്ടേ? നീ എന്ന് ഉറങ്ങാൻ നോക്ക്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിയിടാം ഒരു ചിപ്പിയാണിയ.
എന്താ എന്താ പിള്ളേരെ കുറെ നേരമല്ലേ ഞാൻ അവിടെ നിങ്ങളെ ബഹളം കേൾക്കുന്നത്? അയ്യോ ഒന്നും പറയണ്ടമ്മേ. ഈ തലേണ നമ്മുടെ അടച്ചിട്ട മുറിയില്ലേ അവിടെ എടുത്തോണ്ട് വന്നത് അന്നേരം തുടങ്ങിയ പ്രശ്നങ്ങളാ അവിടെ. ഈ തലേണയോ? ഇത് ഏത് തലേണ? ഞാനിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ കുറെ വർഷമായ തലേണയാ. നമ്മൾ ആ മുറി ഇങ്ങനെ തുറക്കാറില്ലല്ലോ. പണ്ട് പുരാണ കാലത്തെ കൊണ്ടുള്ള തലേണ അത്. നിങ്ങൾ പറഞ്ഞ ഈ തലേണയൊക്കെ എടുക്കാനേ നമ്മളെ പൂർവികന്മാർക്ക് ഉപയോഗിച്ചിട്ട് തലേണ അത്. എന്റെ പിള്ളേരെ ഈ തലേണൊന്നും നിങ്ങൾ അങ്ങനെ എടുക്കാൻ പാടില്ല. പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചതല്ലേ. നിങ്ങളെല്ലാരും ഈ മുറിയിൽ ഇറങ്ങിക്കേ. വാ താഴോട്ട് വാ. ആഹാ അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എങ്ങനെ ഇറങ്ങാനാ? ഈ പിള്ളേരുടെ ബഹളം കണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ പിള്ളേരുടെ പ്രശ്നം? അയ്യോ തലേണ എങ്ങനെ ഇവിടെ എത്തി? ഏത് ഈ തരണയോ? ഇതാരീ ഇതെവിടെ കിട്ടി ഈ തരണ? അയ്യോ ഇത് പണ്ടേ ഉള്ളവർ ഉപയോഗിച്ചത് തലേണ ഇത്. എന്നിട്ട് എന്ത് പ്രശ്നം ഇപ്പൊ? എന്തിനാ എടുത്തു നിങ്ങള്? അതാണ് സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നേ. അയ്യോ ഇതാ തലേണയ്ക്കകത്തുള്ള രൂപം തന്നെയാ നിൽക്കുന്നത്. ഇതെന്താ എല്ലാരും പേടിച്ചിരിക്കുന്നേ? മാളൂട്ടി മോളെ ഓടി വന്നേ. ഇതെന്താ എല്ലാരും ചേട്ടനെ കണ്ടിട്ട് ഒന്ന് പേടിച്ച് നിൽക്കുന്നത്? ഇവരെല്ലാരും വേറെ ലോകത്താന്ന് തോന്നുന്നു. നമ്മൾ ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്റെ പൊന്നെ ഒന്നും പറയണ്ട. ഞങ്ങളായി വേറെ ലോകത്ത് തന്നെയായിരുന്നു. ഒരു പ്രേതത്തിന്റെ ലോകത്ത്. ഇപ്പോഴും പക്ഷെ ആ പ്രേതം പോയിട്ടില്ല കേട്ടോ. ആ പ്രേതം മാത്രമേ അപ്രത്യക്ഷമായുള്ളൂ നിങ്ങൾ വന്നപ്പോഴും. പ്രേതത്തിന്റെ തലേണ ഇവിടെ തന്നെ ഉണ്ട്. ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താടി അമ്മണി നീ ഇങ്ങനെ പറ. ആഹാ ഇതാണോ ആ വിവാദമായ തലേണ? സിമ്പിൾ. ആ തലേണ ഞാനിപ്പോ കത്തിച്ചു കളയാം. പിന്നെ ഒരു പ്രശ്നവും വരത്തില്ല. എല്ലാവരും അതൊന്ന് ബാക്കിലോട്ട് ഒതുങ്ങി നിന്നേ. ഇവിടത്തെ ഇട്ടാൽ കത്തിക്കാം. അപ്പൊ ഇവിടുന്ന് നെഗറ്റീവ് എനർജി പുറത്ത് പോകും. പുറത്തിട്ട് കത്തിക്കാൻ പോയി കഴിഞ്ഞാലേ അകത്ത് അതിന് നെഗറ്റീവ് എനർജി നിൽക്കും. ഇവിടെ തന്നെ ഇട്ടാ തലേണയും കത്തിക്കാൻ ഞാൻ. തലേണ കത്തി തുടങ്ങിയിട്ടുണ്ട്. ആ പ്രേതം വന്നല്ലോ. അയ്യോ ഇത് ഒരു പ്രേതമല്ലല്ലോ, 3 പ്രേതങ്ങളുണ്ടല്ലോ. ആ തലേണക്കകത്ത് കണ്ടില്ലേ 3 പ്രേതങ്ങളുടെ പടം അല്ലേ കൊടുത്തേക്കുന്നത്? ആ വെറുതെ ഇല്ല 3 പ്രേതങ്ങൾ ഇപ്പൊ പുറത്ത് വന്നേക്കുന്നത്. ആരും പേടിക്കണ്ട മോളെ. ആ ചൂട് കൊണ്ട് ആ പ്രേതം കിടന്നുകൊണ്ട് അലർന്നതാ. പ്രേതം മാത്രമല്ല തലേണ കത്തിപ്പോയി. ഇനി ആരും ഒന്നും പേടിക്കണ്ട കേട്ടോ. ആ പ്രേതവും വരത്തില്ല, ഇനി ആ തലേണയും വരത്തില്ല. തലേണ എന്തായാലും കത്തിച്ചു കളഞ്ഞല്ലോ. താങ്ക്സ് ഒന്നും ആരും പറയണ്ട, നമ്മുടെ ആള് തന്നെ. എന്താ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? മാളൂട്ടി വാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാ. അമ്മണി വാ. എന്തുവാടാ ഇത്രയും നേരം ഉറക്കുളച്ചിരിക്കുമല്ലായിരുന്നോടാ? ഇനി കൂടെ തുറങ്ങട്ടെടാ അവര്. രാവിലെ ഇനി കളിച്ച്. ഇത്രയും നേരം കളിയല്ലായിരുന്നോ പ്രേതക്കളി? ഇനി ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ അതെ.